നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഈ എഗ്ഗ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് 8 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു അരമണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മളൊരു കടായി വെച്ച ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ എല്ലാ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 1.5 ലിറ്റർ ഒരു കടായി അടുപ്പ് വെച്ച ശേഷം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ബാക്കി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളമൊക്കെ തിളച്ച് വന്ന ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പട്ട ഗ്രാമ്പുമൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന അരി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു 8 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അതിനിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു കടായി വെച്ച ശേഷം അതിലോട്ട് 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 3 സബോള നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. സബോള ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 4 തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 4 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് പുതിനച്ചപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന അരി നമുക്ക് അതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുങ്കുമപ്പൂ ചേർത്ത പാല് 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മൂടി വെക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്ന് പയ്യത്തൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു.